നമസ്കാരം കൂട്ടുകാരെ. കഥയെ ആരംഭിക്കുന്നത് ജയിൽ മോചിതനായി ഇറങ്ങുന്ന ഒരു യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സാഫിക് എന്നായിരുന്നു അവന്റെ പേര്. 10 കൊല്ലത്തെ നീണ്ട തടവിനു ശേഷം സാഫിക് അങ്ങനെ ജയിൽ മോചിതനായി ഇറങ്ങുകയാണ്. പക്ഷേ അവൻ ജയിലിൽ പോയതുപോലും അവൻ ചെയ്ത കുറ്റകൃത്യത്തിന്റെ പേരിലായിരുന്നില്ല. സാഫിക്കിനെ ജയിലിൽ നിന്ന് സ്വീകരിക്കാൻ ആൾ നിന്നെങ്കിൽ പോലും സാഫിക് അതൊന്നും ശ്രദ്ധിക്കാതെയായിരുന്നു മുമ്പോട്ട് നടന്നു നീങ്ങിയത്. ബസ്സിൽ കയറി അവൻ യാത്ര ചെയ്ത് തന്റെ പഴയ വീട്ടിലേക്കെത്തി. ഭാര്യയും മകനുമൊപ്പം സാഫിക് ജീവിച്ചിരുന്ന ആ വീട്ടിലേക്ക് അതിപ്പോൾ നശിച്ച് മാറാല പിടിച്ച് കിടക്കുകയായിരുന്നു. സാഫിക്കിന്റെ ഭാര്യയും മകനും കൊല്ലപ്പെട്ടിട്ട് വർഷം 8 പിന്നിട്ടിരിക്കുന്നു. ആ വീടിനകത്ത് തങ്ങളുടെ സന്തോഷത്തിന്റെ നാളുകൾ മാത്രമായിരുന്നു സാഫിക്കിന്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തിയത്. വേദന അവന്റെ ഉള്ളിലേക്ക് പടർന്നു പിടിച്ചു. സങ്കടത്തിലും ഏറെ ദുഃഖത്തിലും സാഫിക് അവിടെ ഇരിക്കുമ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് ഫിറോസ് എന്ന വ്യക്തി കടന്നു വരുന്നത്. അയാളെ കണ്ടതും സാഫിക് ദേഷ്യം കൊണ്ടൊന്ന് അലറുന്നുണ്ട്. സാഫിക്കിന്റെ വളരെ വലിയ കരച്ചിൽ കേട്ട് താൻ ആരാണെന്ന് നോക്കാൻ വന്നതാണ് എന്നായിരുന്നു ഫിറോസ് പറഞ്ഞത്. എന്തെങ്കിലും മോശമായത് സംഭവിച്ചോ എന്ന് ആ കരച്ചിൽ കേട്ട് താൻ ചിന്തിച്ചു എന്നും ഫിറോസ് കൂട്ടിച്ചേർത്തു. സാഫിക്കിന് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടതും ഫിറോസ് പോവാനിറങ്ങി. പിന്നാലെ പോലീസ് സൈറൺ കേൾക്കുന്നുണ്ടായിരുന്നു. സാഫിക്കിന്റെ അലർച്ചയും മറ്റും നെയ്ബേഴ്സ് കേട്ടിരുന്നു. അവരായിരിക്കും പോലീസിനെ വിളിച്ചിരിക്കുക എന്ന് ഫിറോസ് സാഫിക്കിനോട് പറഞ്ഞു. സാഫിക് ഉടനടി അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. മറ്റെങ്ങോട്ടും പോവാനില്ലായിരുന്ന സാഫിക് സഹായം തേടി ചെന്നത് കുവാൻ എന്ന പേരുള്ള തന്റെ പരിചയക്കാരനായ മുൻ കുറ്റവാളിയുടെ വീട്ടിലേക്കായിരുന്നു. കുവാൻ സാഫിക്കിനെ സ്വീകരിച്ചു. വീട്ടിൽ അവന് തങ്ങാൻ ഇടവും കൊടുത്തു. കുവാനും മുതിർന്ന ഒരു മകളുണ്ട്. പക്ഷേ അവൾ സന്തോഷത്തോടെ ജീവിക്കാൻ തന്റെ സാന്നിധ്യം ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതി കുവാൻ മകളിൽ നിന്ന് മാറി ജീവിക്കുകയാണ്. സാഫിക്കിന് അത് കേട്ടപ്പോൾ ദുഃഖം തോന്നാതിരുന്നില്ല. സാഫിക്കിനെന്ന് പറയാൻ അതുപോലെ ചിന്തിക്കാൻ പോലും ഇപ്പോൾ ഈ ലോകത്ത് ആരുമില്ലെന്ന തോന്നൽ അവനെ കൂടുതൽ വേദനയിലേക്ക് ആഴ്ത്തി. സാഫിക് വൈകാതെ ലയൺസ് ഗ്രൂപ്പ് എന്നു പേരുള്ള വലിയ കമ്പനിയിലേക്ക് ചെന്നു. അവിടെ ആയിരുന്നു സാഫിക്കിന്റെ സുഹൃത്ത് സാം ജോലി നോക്കുന്നത്. അവനിപ്പോൾ കമ്പനിയുടെ CEO ആണ്. സാമിനൊപ്പം സാമിന്റെ വലങ്കൈയായി സോഫിയ എന്ന ലേഡി എപ്പോഴും കാണും. മാർഷൽ ആർട്സ് ഒക്കെ അറിയാവുന്ന സോഫിയ സാമിന്റെ ബോഡി ഗാർഡ് കൂടിയായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സാം ആദ്യം ചിന്തിച്ചത് സാഫിക്ക് വന്നത് എന്തെങ്കിലും ജോലി അന്വേഷിച്ചായിരിക്കും എന്ന തരത്തിലായിരുന്നു. പക്ഷേ അങ്ങനല്ലെന്നും തന്റെ ഉദ്ദേശം എന്താണെന്നും സാഫിക്ക് പറഞ്ഞു. തനിക്ക് തന്റെ ഭാര്യയെയും മകനെയും കൊന്നത് ആരാണെന്ന് കണ്ടെത്തണം എന്നായിരുന്നു അവൻ വ്യക്തമാക്കിയത്. 8 വർഷം മുമ്പ് ജയിലിലെത്തി സാഫിക്കിനോട് സാം പറഞ്ഞ അതേ കഥ വീണ്ടും അവൻ ആവർത്തിച്ചു. ഏതോ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച കടന്നുകയറ്റക്കാരൻ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതാണ് സാഫിക്കിന്റെ മകനെയും ഭാര്യയെയും എന്നായിരുന്നു അയാൾ പറഞ്ഞത്. ജയിലിൽ വെച്ച് സാമത് സാഫിക്കിനോട് പറഞ്ഞ ശേഷം സാഫിക് ആകെ തകർന്നുപോയിരുന്നു. ഈ ലോകത്തിൽ തനിക്കാരുമില്ല എന്ന് ചിന്തിച്ച സാഫിക് തന്റെ കൈമുറിച്ച് ആത്മഹത്യക്ക് പോലും ശ്രമിച്ചു. അതിനുശേഷമായിരുന്നു സാഫിക് തന്റെ സെൽമേറ്റായ കുവാനെ പരിചയപ്പെടുന്നത്. ആ അപകടത്തിൽ നിന്ന് രക്ഷ നേടിയ അവനെ കുവാൻ മോട്ടിവേറ്റ് ചെയ്തു. കുവാനോട് സാഫിക് തന്റെ ജീവിതത്തെപ്പറ്റി പറഞ്ഞു. 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഒരു പോലീസ് കാർ ചെക്കിങ്ങിൽ സാഫിക്കിന്റെ കാറിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടപ്പെട്ടു. സാഫിക്കിനാണെങ്കിൽ അതിനെപ്പറ്റി ഒരു ധാരണ പോലും ഉണ്ടായിരുന്നില്ല. സാഫിക്കിനെ ആരോ പെടുത്തിയതായിരുന്നു. അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട സാഫിക്കിന് 10 കൊല്ലത്തെ തടവ് ശിക്ഷയായിരുന്നു വിധിക്കപ്പെട്ടത്. ജയിലിൽ കഴിയുന്ന നാളിൽ സാഫിക്കിന്റെ ഭാര്യ ലിസയും മകൻ സിക്രിയും കാണാൻ വരും. താൻ വേഗം മോചിതനാവുമെന്നും ധൈര്യത്തോടെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭാര്യയെയും മകനെയും സാഫിക് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തിരുന്നു. വീണ്ടും ഈ കാര്യങ്ങളൊക്കെ സാഫിക് കുവാനോട് പറഞ്ഞു. കുവാൻ സാഫിക്കിന്റെ ദുഃഖം കണ്ട് അവന്റെ സൈഡിൽ നിന്നു. അവനോടായി പറഞ്ഞു, നീ ഇങ്ങനെ ഈ ദുഃഖത്തിൽ മുങ്ങിത്താഴാതെ എന്തെങ്കിലും ജോലി കണ്ടെത്താൻ നോക്ക്. അത് ലൈഫിൽ എന്തെങ്കിലും പ്രതീക്ഷ തരും. സാഫിക് ആ സമയമാണ് സാമിന്റെ ഒരു ഓഫർ ചിന്തിച്ചത്. ലയൺസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാം പണ്ട് തൊട്ടേ സാഫിക്കിനെ നിർബന്ധിച്ചിരുന്നതാണ്. പക്ഷേ സാഫിക്കിന് അന്നൊന്നും തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. ജയിലിൽ നിന്ന് വന്നതിന് ശേഷവും സാം അത് ആവശ്യപ്പെട്ടെങ്കിലും സാഫിക് ഒഴിഞ്ഞു മാറി. കാരണം ലയൺസ് ഗ്രൂപ്പിന് ഇല്ലീഗലായ മറ്റു പല ഇടപാടുകളും ഉണ്ടെന്ന് സാഫിക്കിന് അറിയാമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് സാഫിക് ആലോചിച്ചിരിക്കെ സാഫിക്കിന്റെ മുമ്പിലേക്ക് വീണ്ടും ഫിറോസ് കടന്നു വന്നു. ഫിറോസ് സാഫിക്കിനോട് സംസാരിക്കുമ്പോ ജോലി സ്വീകരിക്കുന്നത് നല്ലതല്ലേ എന്ന മട്ടിലായിരുന്നു ഫിറോസും സംസാരിച്ചത്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ലയൺസ് ഗ്രൂപ്പിലെ ജോലി സ്വീകരിക്കാൻ സാഫിക്ക് തയ്യാറായി. സാമിനെ ചെന്ന സാഫിക്ക് കണ്ടു. ഒരു ഡെപ്റ്റ് കളക്ടറായിട്ടുള്ള ജോലിയായിരുന്നു സാഫിക്കിന് നൽകപ്പെട്ടത്. സാഫിക്ക് അടുത്ത ദിവസം തന്നെ തന്റെ ജോലി തുടങ്ങി. ആദ്യത്തെ ജോലി ഒരു ഇലക്ട്രോണിക് റിപ്പയർ ഷോപ്പിൽ നിന്നും കടപ്പിരിവ് നടത്തുക എന്നതായിരുന്നു. അവിടെത്തിയ സാഫിക്ക് എതിരിട്ടത് ദേവി എന്നൊരു പെൺകുട്ടിയെയാണ്. ദേവി ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ആയിരുന്നു. ദേവിയുടെ അച്ഛനായിരുന്നു പണം കടം വാങ്ങിയിരുന്നത്. ദേവിയുടെ അച്ഛൻ ഒരു ചൂതുകളി
ജോലിക്കാരനാണ്. ചൂതുവെച്ച് ഒരുപാട് പണം നഷ്ടപ്പെടുത്തിയിട്ടും കടം വാങ്ങിയിട്ടുമുണ്ട്. വിവരം പൂർണ്ണമായി അറിഞ്ഞതും ദേവിക്ക് ദേഷ്യം വന്നു. അച്ഛനെതിരെ ദേവി വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കി. ദേവി അങ്ങനെ അച്ഛനോട് ദേഷ്യപ്പെടുന്നതും ആ അച്ഛന്റെ നിസ്സഹായ അവസ്ഥയും കണ്ടപ്പോ ഒരാഴ്ചത്തെ സമയം പണം മടക്കി തരുവാൻ അയാൾക്ക് അനുവദിച്ച് സാഫിക് അവിടെ നിന്ന് പോന്നു. സാഫിക് ആ ജോലി ഏറ്റെടുത്തത് വെറുതെ ഒരു ജോലിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് അതിനൊപ്പം ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യവും സാഫിക് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. സാഫിക്കിന് ആകെയുണ്ടായിരുന്ന ലീഡ് എന്ന് പറയുന്നത് സാം പറഞ്ഞ പോലെ ഏതോ ഒരു മയക്കുമരുന്നിന് അഡിക്റ്റായ വ്യക്തിയാണ് ആക്രമണത്തിൽ തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് എന്നതായിരുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ കൂടുന്നിടത്തേക്ക് സാഫിക് വൈകാതെ ചെന്നെത്തി. അവൻ അവിടെ നിൽക്കുമ്പോ പോൾ എന്നു പേരുള്ള മയക്കുമരുന്നിന് അഡിക്റ്റായ വ്യക്തി സാഫിക്കിനടുത്തു വന്നു. പിന്നാലെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അയാൾക്ക് ഒരു മുടന്തുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. സാഫിക്കിന്റെ ജോലി സാഫിക്കിനെ മറ്റു ചിലരുടെ ടാർഗറ്റുമാക്കി വെച്ചിരുന്നു. കാരണം ഒരു ദിവസം കടപ്പിരിവ് കൊണ്ട് സാഫിക്കിന്റെ കയ്യിൽ കുറെ പണമുണ്ടാകും. പണവുമായി പോകുന്ന സാഫിക്കിനെ വളഞ്ഞാക്രമിച്ച് പണം മോഷ്ടിക്കാൻ ഒരു സംഘത്തിന് ശ്രമിക്കാമല്ലോ. അത്തരത്തിലൊരു ദിവസം സംഭവിച്ചു. ഒരു സംഘം സാഫിക്കിനെ ആക്രമിച്ച് പണം മോഷ്ടിക്കാൻ ശ്രമിച്ചു. അടികൊണ്ട് സാഫിക്ക് താഴെ വീഴുകയും ചെയ്തു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഫെറോസ് കടന്നു വന്നത്. ഫെറോസ് പണം മോഷ്ടിക്കാൻ ശ്രമിച്ച സംഘത്തെ അടിച്ചൊതുക്കി. അന്ന് സാഫിക്കിനെ കുവാന്റെ വീട്ടിലേക്ക് എത്തിച്ചതും ഫെറോസ് തന്നെയായിരുന്നു. ഫെറോസ് തനിക്ക് വേണ്ടി എന്തിനിങ്ങനൊക്കെ ചെയ്യുന്നത്? ഫെറോസിനെ താൻ എന്റെ സുഹൃത്ത് പോലുമായി കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ സാഫിക്കിന് തോന്നി. സാഫിക് അക്കാര്യം ഫെറോസിനോട് ചോദിക്കുകയും ചെയ്തു. ആ സമയത്താണ് ഫെറോസ് പറയുന്നത് താൻ സാഫിക്കിന്റെ മരിച്ചുപോയ ഭാര്യയുടെ കസിനാണ്. ലിസയുടെ കൊലപാതകിയെ കണ്ടെത്താൻ താനും ശ്രമിക്കുന്നുണ്ട്. നമുക്കൊന്നിച്ച് അതിനുവേണ്ടി ശ്രമിക്കാം. അവരുടെ ആ സംസാരം കേട്ട് കുവാൻ എഴുന്നേറ്റ് വന്നിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഫെറോസ് പോയിരുന്നു. സാഫിക് ആണെങ്കിൽ ഫെറോസിനെ പറ്റി കുവാനോട് അപ്പോൾ പറയാനും കൂട്ടാക്കിയില്ല. ഫെറോസ് സാഫിക്കിനോട് പറഞ്ഞ പോലെ രഹസ്യമായി ലിസയുടെ കൊലപാതകിയെ കണ്ടെത്താനുള്ള മിഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചിരുന്നു. അടുത്ത ദിവസം ഫെറാസ് പറഞ്ഞ പോലെ സാഫിക് അവന്റെ ഇടത്തേക്ക് ചെന്നു. ഫെറാസ് ഒരു ലോഡ്ജിൽ താമസിക്കുകയാണ്. ഫെറാസ് അതിനോടകം കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുറെ പത്രവാർത്തകളും മറ്റും ശേഖരിക്കുകയും അതിനെപ്പറ്റി അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സാഫിക് അതൊക്കെ നോക്കിക്കണ്ടു. ഫെറാസ് സംഘടിപ്പിച്ച കുറച്ച് CCTV ഫുട്ടേജുകളും അവിടെ വെച്ച് സാഫിക് നോക്കിക്കാണുകയാണ്. കൊലപാതക ദിവസം സാഫിക്കിന്റെ വീടിനടുത്തുള്ള ചില CCTV ഫുട്ടേജുകളായിരുന്നു അത്. പക്ഷേ അത് അമേച്ചർ വീഡിയോസ് ആണ്. ഒട്ടും ക്ലാരിറ്റി ഇല്ല. സത്യം കണ്ടെത്താൻ വേണ്ടി സാഫിക് ആ വീഡിയോ ഫുട്ടേജുമായി കമ്പ്യൂട്ടർ എക്സ്പെർട്ടായ ദേവിയുടെ അടുത്തെത്തി. ആ വീഡിയോ ക്ലിപ്പിംഗ് എൻഹാൻസ് ചെയ്ത് ക്ലാരിറ്റി കൂട്ടി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അടുത്ത ദിവസം സാഫിക് സോഫിയയുടെ അടുത്തെത്തി. താൻ പിരിച്ചെടുത്ത പണം സോഫിയയെ ഏൽപ്പിച്ചു. അത്രയും പണം സാഫിക് കൊണ്ടുവന്ന് കണ്ടതും സോഫിയ കുറച്ചൊന്ന് വല്ലാതായിരുന്നു. ഇത്രയും പണമൊക്കെ കൊണ്ടു നടന്നാൽ സാഫിക് മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് അവൾ പറഞ്ഞു. പക്ഷേ സാഫിക് പറഞ്ഞത് എനിക്കിപ്പോ ഒരു അസിസ്റ്റന്റ് കൂടിയുണ്ട് എന്ന തരത്തിലായിരുന്നു. സാഫിക്കിന്റെ ആ മറുപടി സോഫിയെ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കിയിരുന്നു. എന്നാലും കൂടുതലായി ചോദ്യം ചോദിക്കാൻ സോഫിയ തയ്യാറായില്ല. പിന്നാലെ ഒരു കാര്യം സോഫിയ എടുത്തു പറഞ്ഞു. സാഫിക്കിനി ലിസയുടെ മരണകാര്യം സാമിന്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലരുത്. സാമിന്റെ മനസ്സിലെ പഴയ മുറിവുകളെ ഉണർത്താൻ മാത്രമേ അതുകൊണ്ട് സാധിക്കൂ. അവനതിൽ ഒരുപാട് വേദനിച്ചതാണ്. ലിസ സാമിന്റെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന കാര്യം നിനക്കറിയാമല്ലോ. അതും പറഞ്ഞ് സോഫി അവിടെ നിന്ന് മാറി. അധികം വൈകാതെ ദേവിയിൽ നിന്നും സാഫിക്കിന് കോൾ വന്നു. അമേച്ചർ വീഡിയോ അവൾ എൻഹാൻസ് ചെയ്തിരുന്നു. ദേവി അയച്ച വീഡിയോ സാഫിക്കും ഫെറോസും കൂടി കണ്ടു. ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് മുടന്തനായൊരു വ്യക്തി മുമ്പോട്ട് പോകുന്ന ദൃശ്യങ്ങളായിരുന്നു. അത് കണ്ടതും സാഫിക് പെട്ടെന്ന് മുമ്പ് താൻ കണ്ട പോളിനെ ഓർത്തു. അന്ന് രാത്രിയിൽ സാഫിക്കും ഫെറോസും കൂടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ കേന്ദ്രത്തിലേക്ക് ചെന്നു. പോളിനെ കണ്ടെത്തി ചോദ്യം ചെയ്യലായിരുന്നു അവരുടെ ഉദ്ദേശം. നീണ്ട നേരത്തെ തിരച്ചിലിനൊടുവിൽ അവർ പോളിനെ പിടികൂടി. പോളാണെങ്കിൽ മയക്കുമരുന്നടിച്ച് കിളിപാറിയ അവസ്ഥയിലാണ്. അധികം സമയം കളയാതെ സാഫിക് അവനോട് ലിസയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കാൻ തുടങ്ങി. ഫെറോസും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ താനല്ല ഒരു കൊലപാതകവും ചെയ്തത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓരോന്ന് പറഞ്ഞ് ഫെറോസിനെ പ്രകോപിപ്പിച്ചു. ഒട്ടും മടിക്കാതെ ഫെറോസ് പോളിനെ നല്ല രീതിയിൽ മർദ്ദിക്കാൻ തുടങ്ങി. മുകളിൽ നിന്ന് താഴേക്കിടും എന്ന് പറഞ്ഞ മരണഭയവും കാട്ടി. ആ ഭീഷണിയിൽ ഭയന്നപ്പോൾ തനിക്ക് ലിസയൊന്നും അറിയില്ല, പക്ഷേ സാഫിക്കിനെ അറിയാം എന്നവിടെ വെച്ച് പറയുകയാണ്. പിന്നാലെ ചിരിയോടെ 10 കൊല്ലം മുമ്പ് സാഫിക്കിന്റെ കാറിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചത് താനാണ് എന്നും അവൻ പറഞ്ഞു. പോളിന്റെ ആ വെളിപ്പെടുത്തൽ ഫെറോസിന്റെ അടക്കം ദേഷ്യം വർദ്ധിപ്പിച്ചിരുന്നു. ഈ ചോദ്യം ചെയ്യലും അടിയുമൊക്കെ അവിടുത്തെ ഗാർഡുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. ഫെറോസ് പോളിനെ അങ്ങനെ തന്നെ മുകൾ നിലയിൽ നിന്ന് താഴേക്കിട്ടു. അവിടുത്തെ ഗാർഡുകൾ അവരെ ആക്രമിക്കാൻ എത്തിയപ്പോൾ
ഫെറോസ് അവരോട് ഏറ്റുമുട്ടി. അവിടെ നടന്ന പ്രശ്നങ്ങൾ അവിടുത്തെ തലവനായ ഡെസ്മണ്ടിന്റെ അടുത്തേക്ക് ഫെറോസിനെയും സാഫിക്കിനെയും എത്തിക്കുകയാണ്. തോക്കു ചൂണ്ടി ഡെസ്മണ്ടിനടുക്കൽ ലിസയെപ്പറ്റി വല്ലതുമറിയുമോ എന്നവർ ചോദ്യം ചെയ്തു. പക്ഷേ ഡെസ്മണ്ടും ലിസയെ തനിക്കറിയില്ലെന്നും സാഫിക്കിനെ അറിയാം എന്നായിരുന്നു മറുപടി പറഞ്ഞത്. ആ മറുപടി ഫെറോസിനെ ചൊടിപ്പിച്ചു. കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി ഡെസ്മണ്ടിനെ അവർ ഭീഷണിപ്പെടുത്തി. പക്ഷേ തന്റെ ബോസ് സാംറോസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്, കൂടുതലൊന്നും തനിക്കറിയില്ല എന്നായിരുന്നു ഡെസ്മണ്ട് പറഞ്ഞത്. സാംറോസിന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയും തുറന്നു പറയാൻ ഡെസ്മണ്ട് ഒരുക്കമായിരുന്നില്ല. ദേഷ്യം വന്ന ഫെറോസ് അവിടുത്തെ പണവും മയക്കുമരുന്നും അടക്കം കത്തിച്ചു കളഞ്ഞു. പിന്നാലെ ഡെസ്മണ്ടിനെ ഫെറോസ് ബന്ദിയാക്കി. സാംറോസിനെ വിളിച്ചു വരുത്താനായിരുന്നു ഫെറോസ് പദ്ധതിയിട്ടിരുന്നത്. വൈകാതെ ഡെസ്മണ്ടിനെ ബന്ദിയാക്കി നിർത്തിയിടത്തേക്ക് ഒരു സംഘം ആളുകൾ വന്നു. അത് പക്ഷേ സാംറോസ് ആയിരുന്നില്ല, ഓഗസ്റ്റ് എന്ന് പേരുള്ള സാംറോസിന്റെ പ്രധാന കയ്യാളായിരുന്നു. അവിടെ വെച്ചൊരു ഏറ്റുമുട്ടൽ സംഭവിച്ചു. ഫെറോസിന്റെ ഈ വയലന്റ് നേച്ചർ സാഫിക്കിൽ ഭയമുണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫെറോസ് ആകട്ടെ ഏതു തരത്തിലും മുമ്പിട്ടുപോയി കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നിരുന്നു. ഓഗസ്റ്റിനെ വീഴ്ത്തിയ ശേഷം ഫെറോസ് ഓഗസ്റ്റിന് മുമ്പിൽ ചെന്ന് ചോദ്യം ചെയ്തു. ലിസയെപ്പറ്റി അറിയുമോ എന്ന് തിരക്കി. പക്ഷേ ലിസയെ തനിക്കറിയില്ലെന്നും സാഫിക്കിനെ അറിയാമെന്നുമായിരുന്നു അയാളുടെ മറുപടി. അതുകൂടി കേട്ടതോടെ സാഫിക്ക് കൂടുതൽ കൺഫ്യൂഷനിലായി. അന്ന് രാത്രി അവർ മീറ്റ് ചെയ്ത് ചോദിക്കുന്ന എല്ലാവരും തന്നെ സാഫിക്കിനെ അറിയാമെന്ന് പറയുന്നു, ലിസയെ അറിയില്ലെന്നും. കൂടുതൽ വിവരങ്ങൾ അറിയാനും കൂടുതൽ കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യാനും വേണ്ടി ഫെറോസ് അയാളുടെ ഫോൺ എടുത്തു. ഫോൺ പരിശോധിക്കാൻ ആരംഭിച്ചു. ഫെറോസിന്റെ ഇടത്തെത്തിയായിരുന്നു അവർ ആ ഫോൺ നോക്കിയത്. ആ ഫോണിലെ ഫേസ്ബുക്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഓഗസ്റ്റിന് ടെറൻസ് എന്ന് പറയുന്ന വ്യക്തിയുമായി വളരെ വലിയ അടുപ്പമുള്ളതായി അവർ കണ്ടു. സാഫിക്ക് പിന്നാലെ ടെറൻസിനെ തിരിച്ചറിഞ്ഞു. ടെറൻസ് ആയിരുന്നു സാഫിക്കിന്റെ വക്കീൽ. വർഷങ്ങൾക്ക് മുമ്പ് സാഫിക്കിന്റെ മയക്കുമരുന്ന് കേസിൽ സാഫിക്കിന്റെ ഭാഗത്തു നിന്ന് ഹാജരായത് ടെറൻസ് ആണ്. ഉടനടി ടെറൻസിന്റെ വീട്ടിൽ പോയി അയാളെ കണ്ടെത്തണം, അയാളെ ചോദ്യം ചെയ്യണം എന്ന തരത്തിൽ ഫെറോസ് പറഞ്ഞെങ്കിലും ഒന്നടങ്ങുവാൻ സാഫിക്ക് പറഞ്ഞു. കാരണം ഫെറോസിന്റെ ആ വയലന്റ് നേച്ചറിൽ ടെറൻസ് അടുത്ത ഇരയായി മാറുമോ എന്ന് സാഫിക്ക് ഭയപ്പെട്ടിരുന്നു. അന്ന് ഇറങ്ങാൻ നേരം ഫെറോസ് പറഞ്ഞു, നീ നിന്റെ പ്രതികാരത്തിന് വേണ്ടി നമ്മുടെ മിഷനാണ് വേണ്ടെന്ന് വെക്കുന്നത്. സാഫിക്കിന് ആകെ കൺഫ്യൂഷൻ തോന്നി. അടുത്ത ദിവസം മനസ്സില്ലാ മനസ്സോടെ സാഫിക്ക് ഫെറോസിനെ ഫോളോ ചെയ്ത് ടെറൻസിന്റെ വീട്ടിലേക്ക് എത്തി. ടെറൻസ് അവിടെ തന്റെ പേരക്കുട്ടിക്കൊപ്പം കളിക്കുകയായിരുന്നു. ടെറൻസിനെ മർദ്ദിച്ച ഫെറോസ് അവിടെ നിന്ന് ടെറൻസിനെ കൊണ്ടുപോവുകയാണ്. ഇതേ സമയം മറുവശത്ത് ഡെസ്മണ്ട് തന്റെ ബോസായ സാംറോസിനെ മീറ്റ് ചെയ്യുകയായിരുന്നു. ആ സമയമാണ് ഒന്ന് വ്യക്തമാകുന്നത്. ഡെസ്മണ്ടിന്റെ ബോസ് സാംറോസ് യഥാർത്ഥത്തിൽ സാഫിക്കിന്റെ സുഹൃത്തും ലയൺ കമ്പനിയുടെ സിഇഒയുമായ സാമായിരുന്നു. ഫെറോസ് എന്ന് അവരുടെ ഇടത്തിന് തീയിട്ടല്ലോ, അതിൽ കമ്പനിക്ക് നഷ്ടം വന്നത് കോടികളായിരുന്നു. ഡെസ്മണ്ടിൽ നിന്ന് ഒക്കെ സാം കേട്ടറിഞ്ഞു. ഇതേ സമയം മറുവശത്ത് ഫെറോസ് ടെറൻസിനെ ബന്ദിയാക്കി ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. സത്യങ്ങൾ ഫെറോസിനും സാഫിക്കിനും അറിയണമായിരുന്നു. ടെറൻസ് ആദ്യം ഒന്നും വിട്ടുപറയാൻ കൂട്ടാക്കിയില്ല. ഫെറോസ് അയാളെ ക്രൂരമായി മർദ്ദിച്ചു. അയാൾക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അയാൾക്ക് മയക്കുമരുന്ന് സംഘവുമായി എന്താണ് ബന്ധമെന്നും തന്നെ എങ്ങനെയാണ് ഇവർക്കൊക്കെ അറിയുന്നത് എന്നും സാഫിക്ക് ചോദിച്ചു. ഏറ്റവും ഒടുവിൽ തല്ലുകൊണ്ട് അവശതയിലായപ്പോൾ അയാൾ സത്യങ്ങൾ പറഞ്ഞു. അന്ന് സാഫിക്കിനെ കൊടുക്കാൻ ലയൺസ് ഗ്രൂപ്പിന്റെ അടുത്ത് നിന്ന് താൻ കൈക്കൂലി വാങ്ങി എന്നായിരുന്നു അയാൾ പറഞ്ഞത്. ആ സത്യം സാഫിക്കിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. സാഫിക് തിരികെ താൻ താമസിക്കുന്ന കുവാന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ കണ്ടത് കുവാൻ കൊല്ലപ്പെട്ട് കിടക്കുന്നതായിരുന്നു. തനിക്ക് പിന്നാലെ ലയൺ ഗ്രൂപ്പ് വരും എന്നറിയാവുന്ന സാഫിക് തന്നെ സഹായിച്ച ദേവിയെ കോൾ ചെയ്ത് എങ്ങോട്ടെങ്കിലും മുങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷേ ദേവി വിളിച്ച് സാഫിക് അങ്ങനെ സംസാരിക്കുമ്പോ പെട്ടെന്ന് തന്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നത് സാഫിക്കിനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. സംഭവം എന്തെന്നാൽ ജയിലിലെ ഏകാന്ത തടവും അവസ്ഥയും ഒക്കെ സാഫിക്കിന്റെ മനോഗതിയെ ബാധിച്ചിരുന്നു. പാവമായ സാഫിക്കിന്റെ ഉള്ളിൽ വയലന്റായ ക്രൂരനായ ഒരു മനുഷ്യനുടലെടുത്തു. അതായിരുന്നു ഫെറോസ്. ഫെറോസ് യാഥാർത്ഥ്യത്തിൽ മറ്റൊരു മനുഷ്യനല്ല, സാഫിക്കിന്റെ തന്നെ മറ്റൊരു പേഴ്സണാലിറ്റിയാണ്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയായിരുന്നു നിലവിൽ സാഫിക്. യാഥാർത്ഥ്യത്തിൽ ഫെറോസ് ചെയ്തു എന്ന് സാഫിക് ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചത് സാഫിക് തന്നെയായിരുന്നു. പക്ഷെ അത് ഫെറോസിന്റെ പേഴ്സണാലിറ്റിയിൽ നിന്നുകൊണ്ടാണെന്ന് മാത്രം. കഥയവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. യാഥാർത്ഥ്യത്തിൽ കുവാനെ കൊല്ലാൻ അങ്ങോട്ടേക്ക് സോഫിയെ അയച്ചത് സാമായിരുന്നു. സോഫിയ ആകട്ടെ കുവാന്റെ മകളും. അവർ സാഫിക്കിനെ നിരീക്ഷിക്കാൻ കുവാനെ ഏർപ്പെടുത്തിയിരുന്നതായിരുന്നു. എന്തെങ്കിലും നീക്കങ്ങളുണ്ടെങ്കിൽ തങ്ങളെ അറിയിക്കണം എന്നും പറഞ്ഞിരുന്നു. പക്ഷേ സാഫിക്കിന്റെ കഥകളൊക്കെ കേട്ട് സാഫിക്കിനോട് അനുകമ്പ തോന്നിയ കുവാൻ ഒന്നും വെളിപ്പെടുത്തിയിരുന്നില്ലല്ലോ. അത് സോഫിയയെയും ലയൺ ഗ്രൂപ്പിനെയും ചൊടിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് അവർ തന്നെ കുവാനെ വകവരുത്തിയത്.
അറിയാതെ സ്വന്തം അച്ഛനെ കൊല്ലുവാൻ സോഫിയ തെല്ലും മടിച്ചതുപോലുമില്ല. ഒക്കെ മനസ്സിലാക്കിയിരുന്ന സാഫിക് തന്റെ പഴയകാലം ഓർത്തു. ജയിലിൽ കഴിയുമ്പോൾ പ്രതിരോധത്തിനു വേണ്ടി സാഫിക്കിനെ മാർഷൽ ആർട്സ് പരിശീലിപ്പിച്ചത് അതേ കുവാനായിരുന്നു. തന്റെ ബെസ്റ്റ് ഫ്രണ്ട് സാം തന്നോട് ഇത്തരത്തിൽ ക്രൂരമായി പ്രവർത്തിച്ചു എന്ന് തിരിച്ചറിഞ്ഞ സാഫിക് പ്രതികാരത്താൽ ആളിക്കത്തി അവനെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. പക്ഷേ പുറത്തേക്കിറങ്ങിയതും സാഫിക്കിനെ ആരോ തലക്കടിച്ചു വീഴ്ത്തി. കണ്ണു തുറക്കുമ്പോൾ അവൻ സാമിന്റെ മുമ്പിലായിരുന്നു. സാഫിക്കിനെ അവർ ബന്ദിയാക്കി വെച്ചിരുന്നു. തന്റെ ഉയർച്ചക്ക് വിലങ്ങുതടിയായ സാഫിക്കിനെ ഇല്ലായ്മ ചെയ്യാൻ സാം തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അന്ന് സാഫിക്കിനെ കൊല്ലുന്നതിനു മുമ്പ് സാഫിക്കിന്റെ മുമ്പിലെത്തിയ സാം നടന്ന കാര്യങ്ങൾ സാഫിക്കിനോട് പറഞ്ഞു. താനാണ് ലിസയെയും നിന്റെ മകനെയും കൊന്നത് എന്നവൻ വ്യക്തമാക്കി. കഥ 10 വർഷങ്ങൾക്ക് മുമ്പിലേക്ക് പോകുന്നു. അന്ന് ലിസയോട് സാം പ്രണയത്തിലായിരുന്നു. പക്ഷേ വൺ സൈഡ് പ്രണയമായിരുന്നു. അത് തുറന്നു പറയാൻ സാമിന് ധൈര്യമുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ലിസയും സാഫിക്കും അടുക്കുന്നത്. സാമിന് പകരം ലിസ സാഫിക്കിനെ ചൂസ് ചെയ്തു. സാമിനെ അതന്ന് വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. എന്നാലും ജീവിതവുമായി മുമ്പോട്ടു പോകാൻ സാം തീരുമാനിച്ചു. ആ സമയത്താണ് ലയൺ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ അവർക്ക് അവസരം വരുന്നത്. ലയൺ ഗ്രൂപ്പിന്റെ പിന്നണിക്കളികൾ അറിയാവുന്ന സാഫിക് അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു. താൻ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ സാമിന് ലയൺ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമായിരുന്നു. സാം ലയൺ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അവന് കൊടുക്കപ്പെട്ട ആദ്യത്തെ മിഷനാകട്ടെ ലയൺ ഗ്രൂപ്പിനെ പറ്റി അറിയാവുന്ന സാഫിക്കിനെ കൊടുക്കുക എന്നതായിരുന്നു. അങ്ങനെയാണ് മയക്കുമരുന്ന് വെച്ച് സാഫിക്കിനെ കുടുക്കിയത്. പിന്നീട് പ്രോസിക്യൂട്ടറെ കണ്ട അയാൾക്ക് കൈക്കൂലി കൊടുത്ത് സാഫിക്കിന്റെ ശിക്ഷാ കാലാവധി പരമാവധി 10 കൊല്ലത്തിലേക്ക് എത്തിക്കാനും അവന് കഴിഞ്ഞു. അങ്ങനെ സാഫിക്ക് ലിസയുടെ ജീവിതത്തിൽ നിന്ന് മാറുമ്പോൾ ലിസയുടെ ലൈഫിൽ തനിക്കൊരു സ്ഥാനം കിട്ടും എന്ന് സാം പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനാണ് ലിസയോട് അടുപ്പം കാണിച്ച് സാം ലിസയുടെ വീട്ടിൽ ചെല്ലുന്നത്. പക്ഷേ ആ രാത്രി കാര്യങ്ങൾ മാറി മറിഞ്ഞു. ലിസ സാമിനെ റിജക്ട് ചെയ്തതോടെ അവിടെ ഒരു ഏറ്റുമുട്ടലുണ്ടായി. അതിലായിരുന്നു സാം ലിസയെയും മകനെയും കൊലപ്പെടുത്തിയത്. ആ സമയം ഒരുപാട് പേരുടെ പിടിയിലായിരുന്ന സാഫിക്കിനാകട്ടെ ഒന്നും ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഫെറോസിന്റെ പേഴ്സണാലിറ്റി വന്നെങ്കിലും ഫെറോസിനും സാഫിക്കിനെ സഹായിക്കാൻ സാധിച്ചില്ല. പിന്നാലെ സാഫിക്കിനെ വെടിവെച്ച് അവർ അവിടെ നിന്ന് പോയി. സാഫിക്ക് കൊല്ലപ്പെടും എന്നായിരുന്നു അവർ കരുതിയിരുന്നത്. വൈകാതെ സാഫിക്കിന്റെ മൃതദേഹം ഡിസ്പോസ് ചെയ്യാൻ സാമിന്റെ ആളുകൾ ഒരുങ്ങി. പക്ഷെ പെട്ടെന്ന് വീണുകിടക്കുകയായിരുന്ന സാഫിക്ക് എഴുന്നേറ്റ് വന്നു. സാഫിക്കിനെതിരെ വെടിയുതിർത്തിരുന്നല്ലോ, അത് സാഫിക്കിന്റെ വായ വഴി തുളച്ചു കയറി പോവുകയായിരുന്നു ചെയ്തത്. തലയിലേക്ക് ബുള്ളറ്റ് പ്രവേശിക്കാത്തതുകൊണ്ട് സാഫിക്ക് കൊല്ലപ്പെട്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ സാഫിക്കിന്റെ ശരീരം നിയന്ത്രിക്കുന്നതും പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുന്നതും ഫെറോസിന്റെ പേഴ്സണാലിറ്റിയാണ്. ഫെറോസ് സാമിന്റെ ആളുകളുമായി എതിരിടലിൽ ഏർപ്പെട്ടു. ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. ഫെറോസ് സാമിന്റെ ആളുകളെയൊക്കെ കൊന്നിരുന്നു. ഒടുവിൽ സോഫിയ സാഫിക്കിനെ എതിരിടുന്ന ഊഴമെത്തി. നിലവിൽ ഫെറോസ് ആണല്ലോ പൂർണ്ണമായും സാഫിക്കിന്റെ ശരീരത്തിലുള്ളത്. ഫെറോസ് സോഫിയുമായി കനത്ത ഫൈറ്റിൽ ഏർപ്പെട്ടു. ഒടുവിൽ സോഫിയയെ സാഫിക്ക് തന്നെ വെടിവെച്ചു കൊന്നു. ഫെറോസിന്റെ പേഴ്സണാലിറ്റിയാണ് സാഫിക്കിന് വേണ്ടി അത് ചെയ്തതെന്ന് മാത്രം. സാം അതൊക്കെ CCTVയിൽ കാണുന്നുണ്ടായിരുന്നു. വൈകാതെ സാഫിക്ക് സാമിന്റെ മുമ്പിലേക്ക് എത്തി. തോക്ക് ചൂണ്ടി സാമിനെ വെടിവെച്ചു കൊല്ലാൻ നിന്നു. പക്ഷേ സാം തന്റെ പഴയ സുഹൃത്താണല്ലോ എന്ന ചിന്ത സാഫിക്കിന്റെ ഉള്ളിലുണ്ടായിരുന്നു. കൊല്ലാൻ അവൻ മടിച്ചു നിൽക്കാൻ തുടങ്ങി. പക്ഷേ ഫെറോസിന് അങ്ങനൊരു വികാരമേ ഉണ്ടായിരുന്നില്ല. ഫെറോസ് വീണ്ടും സാഫിക്കിന്റെ ശരീരം ഏറ്റെടുത്തു. പ്രതികാരം പൂർണ്ണമാക്കാനുള്ള അതാണ് നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞ് സാമുമായി ഫെറോസ് ഒരു ഫൈറ്റിലേക്ക് നീങ്ങി. ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. സാം ഫെറോസിനെ അടിച്ചിട്ടു. അതോടെ സാഫിക്കിന്റെ പേഴ്സണാലിറ്റി പുറത്തു വന്നു. ഫെറോസും സാഫിക്കും മാറി മാറി പേഴ്സണാലിറ്റികളിൽ മാറി വന്ന് സാമിനെ മർദ്ദിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഒരു ഘട്ടത്തിൽ സാഫിക്കിന്റെ പേഴ്സണാലിറ്റിയുടെ പക്കൽ വീണുകിടന്ന തോക്ക് കിട്ടുകയാണ്. ഒട്ടും മടിക്കാതെ സാഫിക്ക് സാമിനെ വെടിവെച്ചു കൊന്നു കളഞ്ഞു. പിന്നാലെ സാഫിക്കും ഫെറോസും തമ്മിൽ സാഫിക്കിന്റെ തന്നെ 2 പേഴ്സണാലിറ്റികൾ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ സംഭവിക്കുകയാണ്. ലയൺ ഗ്രൂപ്പിന്റെ CEO സ്ഥാനം സാഫിക്കിനോട് ഏറ്റെടുക്കാൻ ഫെറോസ് ആവശ്യപ്പെട്ടു. സാഫിക്കിനാണെങ്കിൽ ക്രിമിനൽ ലോകത്തേക്ക് പോവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഫെറോസിന് താൻ ചതിക്കപ്പെട്ടതുപോലെ തോന്നി. എല്ലാ കാലത്തും ആ CEO പദവി ഫെറോസിന്റെ പേഴ്സണാലിറ്റി ആഗ്രഹിച്ചിരുന്നു. ഫെറോസ് അതോടെ സാഫിക്കിനെ കൊല്ലാൻ ശ്രമിച്ചു. സാഫിക്ക് തന്നെ തന്റെ കഴുത്തിലമർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യവശാൽ ലയൺ ഗ്രൂപ്പിന്റെ ഉടമ വന്ന് സാഫിക്കിനെ രക്ഷപ്പെടുത്തി. മിസ്റ്റർ സെങ് എന്നായിരുന്നു അയാളുടെ പേര്. മിസ്റ്റർ സെങ് പിന്നാലെ സാഫിക്കുമായി സംസാരിച്ചു. പണ്ട് സാഫിക്കിനെ ഒഴിവാക്കി സാമിനെ റിക്രൂട്ട് ചെയ്തതും CEO ആക്കിയതുമൊക്കെ മിസ്റ്റർ സെങ് ആയിരുന്നു. സാഫിക്കിന്റെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയെ പറ്റിയൊക്കെ മനസ്സിലാക്കിയ മിസ്റ്റർ സെങ് സാഫിക്കിന് കമ്പനിയുടെ CEO പദവി ഓഫർ ചെയ്തു. ഒരു വശത്ത് ശാന്തനായ സാഫിക്, മറുവശത്ത് വയലന്റായ ഫെറോസ്. അവർ രണ്ടുപേരും കൂടി 2 പേഴ്സണാലിറ്റിയിൽ ഒന്നിച്ചുള്ള ഒരു വ്യക്തിയാകുമ്പോൾ കമ്പനിയുടെ ഉയർച്ച നല്ല രീതിയിൽ നടക്കും, ഏവരെയും തെറ്റിദ്ധരിപ്പിക്കാനും പറ്റും എന്ന് മിസ്റ്റർ സെങ് കണക്കുകൂട്ടിയിരുന്നു. പക്ഷേ സാഫിക് അതിന് താല്പര്യമില്ലെന്ന് പറയുകയും ഉടനടി പ്രവർത്തിച്ച്
മിസ്റ്റർ സിംഗിനെ കൊന്നുതള്ളുകയും ചെയ്തു. പക്ഷേ ആ സമയമാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. മിസ്റ്റർ സിംഗിനെ കൊന്നത് സാഫിക്കിന്റെ ശരീരം മാത്രമായിരുന്നു. അതിലുണ്ടായിരുന്ന പേഴ്സണാലിറ്റി പുതുതായി അവന്റെ ഉള്ളിൽ രൂപപ്പെട്ട യാസ്മിൻ എന്ന ലേഡിയുടേതായിരുന്നു. മിസ്റ്റർ സിംഗിന്റെ ബോഡി ഗാർഡുകൾ യാസ്മിനെതിരെ ഫൈറ്റ് ചെയ്യാനെത്തി. തന്റെ വാളെടുത്ത് യാസ്മിൻ തയ്യാറായി നിന്നു. അതായത് യാസ്മിന്റെ പേഴ്സണാലിറ്റി തയ്യാറായി നിന്നു. ഒരു രണ്ടാം ഭാഗത്തിന് തുടക്കമിട്ട് ചലച്ചിത്രം അവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മലേഷ്യൻ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.